മറ്റുള്ളവരെ അടിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് സ്വന്തം പാർട്ടിക്കാർക്ക് തിരുത്തുമായി മുൻമന്ത്രി ജി സുധാകരൻ. പാർട്ടിക്ക് പുറത്തുള്ളവർക്കും പാർട്ടിക്കാർ സ്വീകാര്യരാകണം. മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുമോ? 5-6 പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? പാർട്ടിയിൽ ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്ന് പറയുന്നത് ശരിയല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. പാർട്ടിക്ക് വെളിയിലുള്ളവർ നമ്മൾ സ്വീകാരണം അല്ലെങ്കിൽ അസംബ്ലി നിങ്ങൾ എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റും. അത് അപൂർവം മണ്ഡലം കണ്ണൂരിലാണോ ഉണ്ടെങ്കിലേ ഉള്ളൂ. ആലപ്പുഴയൊന്നുമില്ല. മറ്റുള്ളവരോട് ചെയ്യണം. അവരാണ് ഭൂരിപക്ഷക്കാർ വരുന്നത്. അങ്ങനെയാണ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ വേണം. മറ്റുള്ളവർക്കൂടെ സ്വീകാര്യനാണ്. അഭിമാനം സ്വീകാര്യനായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, പാർട്ടിക്ക് പുറത്തുള്ളവർക്കും പാർട്ടിക്കാർ സ്വീകാര്യരാകണം, അങ്ങനെയല്ലെന്നാണോ ജി സുധാകരൻ പറയുന്നത്? ആകണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്? ക്രിസ്റ്റീന, സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഏറ്റവും പ്രധാനമായും ഈ അടുത്തിടെ നടന്ന നവകേരള സദസ്സിനിടെ നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന രീതി പോലീസും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും കൂടി അടിച്ചമർത്തുന്ന രീതി, അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനെതിരെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഉള്ളൊരു വിമർശനമാണ്, നിലവിൽ രൂക്ഷമായ വിമർശനത്താണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്നവർ, അതായത് ഭാരവാഹിയാകുന്നവർ, പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളുകളൊക്കെ തന്നെ മറ്റുള്ളവർക്കും പാർട്ടിക്ക് പുറത്തുള്ള ആളുകൾക്കും സ്വീകാര്യനാകണം. ഇങ്ങനൊരു വിമർശനം അതല്ലാത്ത ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അല്ലാത്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണമെന്നുള്ള ഒരു രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. ഈ പരിപാടി ഇന്ന് രാവിലെ നടന്നതാണ്. രാവിലെ പൂയപ്പള്ളി തങ്കപ്പൻ രചിച്ച NBS പ്രസിദ്ധീകരിച്ച സരസകവി മൂലൂർ S. പത്മനാഭ പണിക്കർ കവിതയിലെ പോരാട്ടവീരു എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അദ്ദേഹമായിരുന്നു ചെയ്തു വന്നത്. ആ സമയത്താണ് അദ്ദേഹം ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഒപ്പം തന്നെ മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുമോ? കണ്ണൂരിൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ചിലപ്പോൾ ജയിച്ചേക്കും, പക്ഷെ ആലപ്പുഴയിലൊന്നും ഒട്ടും ജയിക്കില്ല. അത്തരത്തിൽ പാർട്ടിക്കാർ, ചില ആളുകളുടെ വിചാരം ഈ ഇവർ മാത്രം മതി പാർട്ടിയിൽ എന്നുള്ളതാണ്. അതല്ല വേണ്ടത്, ശരിയല്ല, അത് ശരിയായ ശൈലിയല്ല. 5-6 പേര് കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? അത് തെറ്റായ ധാരണയാണ്. ഇങ്ങനൊന്നും അല്ല. അറിയാവുന്നത് കൊണ്ടാണ് പറയുന്ന അടക്കമുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പഴയ കാല ചില സംഭവങ്ങളൊക്കെ തന്നെ കൂട്ടിയിണക്കി ഇപ്പോഴത്തുള്ള അനുഭവങ്ങളും വെച്ചുകൊണ്ടാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപും ഏറ്റവും അവസാനം അദ്ദേഹം വിമർശിച്ചത് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസിനെയായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും തുടർ വികസനങ്ങൾ അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ വരുമ്പോൾ അദ്ദേഹത്തിനെ ഓർത്തില്ല. ശരി, ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ. പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയിൽ വീണ്ടും വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മുൻ മന്ത്രി ജി സുധാകരൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.